അൾത്താരബലിയിൽ അനുതാപമോടെ കാഴ്ചയുമായി അണയുന്നു. അൾത്താരബലിയിൽ അനുതാപമോടെ കാഴ്ചയുമായി അണയുന്നു. ഓരോ ബലിയിലും പകരുന്നു നീ അളവില്ലാ സ്നേഹമാ. ഓരോ ബലിയിലും പകരുന്നു നീ അളവില്ലാ സ്നേഹമാ. അൾത്താരബലിയിൽ അനുതാപമോടെ കാഴ്ചയുമായി അണയുന്നു. അൾത്താരബലിയിൽ അനുതാപമോടെ കാഴ്ചയുമായി അണയുന്നു. തിരുബലിപീഠേ മുറിഞ്ഞു പിടയുമ്പോൾ എൻ മുഖം നിൻ ചിന്തയിൽ. തിരുബലിപീഠേ മുറിഞ്ഞു പിടയുമ്പോൾ എൻ മുഖം നിൻ ചിന്തയിൽ. നുറുങ്ങിപ്പൊടിഞ്ഞു നീ ഭോജ്യമാകുമ്പോൾ എൻ ജീവിതം നിൻ വരം. നുറുങ്ങിപ്പൊടിഞ്ഞു നീ ഭോജ്യമാകുമ്പോൾ എൻ ജീവിതം നിൻ വരം. എൻ ജീവിതം നിൻ വരം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ ഔസേപ്പ് പിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, ഇന്ന് ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ പരിശുദ്ധ മാതാവിൻ്റെ, ദൈവമാതാവിൻ്റെ അമലോത്ഭവ കന്യകയുടെ സ്വർഗാരോഹണ തിരുനാൾ നമ്മളിന്ന് ആഘോഷിക്കുകയും മാതാവ് ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏറ്റവും സുന്ദരമായ ദിനം. ഒരു മകന് അമ്മയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സ്വർഗത്തിലേക്ക് ആത്മാവോട് ശരീരത്തോടും കൂടെ അമ്മയെ സ്വീകരിക്കാൻ വഴിയൊരുക്കുന്നത്. അതുപോലെ സ്വർഗീയമായൊരു അനുഭവം അമ്മയ്ക്ക് നൽകുന്നത് മക്കളുടെ കടമയാണ്. പ്രിയമുള്ളവരെ, കൂടാതെ ഭാരതം ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഭാരതത്തിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം എത്തിയിരുന്ന എല്ലാവരെയും ഓർക്കാം. അവരെ സ്വർഗീയ സനെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ത്യാഗത്തിനും മാതൃകയ്ക്കും നമ്മുടെ ജീവിതം വഴി നമുക്ക് ഉത്തരം നൽകാം. കൂടാതെ മൂന്നാമതായി ഇന്ന് വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻ്റെ ജന്മദിനം കൂടിയാണ്. ഒത്തിരിയേറെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ജനങ്ങൾക്ക് നൽകുന്ന വലിയ മാധ്യസ്ഥമാണ് വിശുദ്ധ അന്തോനീസ്. അന്തോനീസിന് മാധ്യസ്ഥം ഉപേക്ഷിക്കാം. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനവും അന്തോനീസ് തിരുനാളും ജന്മദിനം ആഘോഷിക്കുമ്പോൾ 3 നിയോഗങ്ങൾ നമുക്കിന്ന് കരങ്ങൾ കൂപ്പി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ പരിശുദ്ധമായ ബലി ഭക്തിയോടെ വിശുദ്ധിയോടെ അർപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിൽ വന്നവല്ലാ തെറ്റുകളും അപേക്ഷിക്കാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും, പ്രത്യേകം അഞ്ജു ഷൈനീനും എന്ന മകളെയും, പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന നിഷ വിവാഹത്തിൽ നിന്ന് മകളെ അനുഗ്രഹിക്കണമേ. ചാക്കോ ജോയിക്കബ് എന്ന മകളെ അനുഗ്രഹിക്കണമേ. എബേ സർവീസ് സോണിയ പ്രതി നിയോഗങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളും ഈ ദിവസം പരിശുദ്ധമായ ദിവസം പ്രാർത്ഥനാശ്രയങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. പോൾ, റീത്ത, ജോർജ്, പുളിക സ്വൈവ്, പനക്കുള്ള ആൻ്റണി, അമ്മണി,
പനക്കുള്ള ആൻ്റണി, പ്രത്യേക ഡാനിയൽ, ഷൈറ്റ് ഫ്രാൻസിസ്, മാത്യു മണപ്പുറം, ജോയി പാലത്തേക്കൽ, എല്ലാവരെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രത്യേകം ജസ്റ്റിൻ, ദീപ, ജഫീന എൽസഫ് ജോസഫ്, ആൻഡ്രേ കാറോയ്, അക്ഷയ് സെബാസ്റ്റ്യൻ, മറിയം, ആൻഡ്രൂ ജോസഫ്, ഡോക്ടർ റോസ്, ഡോക്ടർ സ്റ്റീവ്, ഡോക്ടർ മെറം, ഡോക്ടർ സജി മാത്യു, ഡോക്ടർ എമിൽ, ഡോക്ടർ വിൻസ്റ്റൺ, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന സീന, ജോളി, എല്ലാവരെയും ഈ ബലിയെ സമർപ്പിക്കും. കാര്യങ്ങൾ കൊള്ളാം, എല്ലാ മക്കളെയും ഓർക്കാം. ഈ ബലി പങ്കുചേരുന്ന എല്ലാവരെയും ഒരു കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടെ എല്ലാ പാപങ്ങളും തെറ്റുകളും കർത്താവ് സന്നിധി വിനയത്തോടെ ഏറ്റുമല്ല. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ ആകയാൽ ഇതിനെയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കരിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യ മഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലും ദൈവമേ. കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ,
ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു താനേകനാഥനും അങ്ങു മാത്രം പരമോന്നതൻ തൃത്വൈക ദൈവം മഹത്വത്തിൽ. ആമേൻ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ പരിപാലത്തിൽ പാവനഗതിയായ പരിസകന്യകാമറിയത്തിന്റെ സ്വർഗാരോഹണ മഹത്വത്തിന്റെ വലിയ അടയാളങ്ങളിൽ കീഴിൽ ഭാരതം ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ജന്മമെടുത്തുമല്ലോ. എല്ലാ തിന്മകളിൽ നിന്നും മോചനായി സ്വർഗീയ കാര്യങ്ങളിൽ സദാ ശ്രദ്ധിച്ച് പരിശുദ്ധ കന്യകയുടെ മഹത്വത്തിൽ പങ്കുചേരുവാനുള്ള അർഹത കാരുണ്യവരും തന്നിടണമേ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്ക് അടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. നിന്റെ വലത്തുവശത്ത് ഓഫീർ സ്വർണം അണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. മകളെ കേൾക്കുക, ചെവി ചായ്ച്ച് ശ്രദ്ധിക്കുക. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. അവൻ നിന്റെ നാഥനാണ്. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. ആഹ്ലാദഭരിതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുള്ള വായന. സഹോദരരെ, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും.
ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മാലാഖവൃന്ദങ്ങൾ ആനന്ദത്തിൽ ആറാടുന്നു. ഹല്ലേലൂയ, 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 കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലുള്ള മലമ്പ്രദേശത്തേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ചു. എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തെ ശിശു കുതിച്ചയാടി. എലിസബത്ത് പരിശുദ്ധാത്മ നിറഞ്ഞവളായി. അവൾ ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, ഉദരഫലവും അനുഗ്രഹീതമാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരെയുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്നു? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചയാടി. കർത്താവിൽ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യമണി. മറിയത്തിൻ്റെ സ്വസ്ത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുന്നു. എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടെ നിന്ന് ദാസിയുടെ താഴ്മയെ കടാശിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിവരിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനം മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിഭവങ്ങൾ കൊണ്ട് അവിടുന്ന് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയുടെ കൊണ്ടിട്ടു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നീട് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. എല്ലാവരും ഇരിക്കാം. ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ ഔസേപിതാവിലും ഏറ്റവും വാത്സല്യം നിറഞ്ഞവരെ പരിശുദ്ധമായ തിരുനാൾ ദിനമാണ്. പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ഈ ദൈവം കഴിഞ്ഞാൽ, ഏക ദൈവം കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വണങ്ങുകയും അതിമഹത്വം നൽകുകയും ചെയ്യുന്നത് പരിശുദ്ധ മാതാവിനാണ്. പരിശുദ്ധ മാതാവ് സ്വർഗത്തിലേക്ക് ആത്മാവോട് ശരീരത്തോടു കൂടെ എടുക്കപ്പെട്ട സ്വർഗാരോഹണ തിരുനാളായിരുന്നു. ഈ തിരുനാളിൻ്റെ എല്ലാ നന്മകളും നേരുന്നു. പ്രിയമുള്ളവരെ, മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഭാരതത്തിൻ്റെ സ്വതന്ത്ര ദിനം കൂടി നാം ആഘോഷിക്കുന്നു. വിശുദ്ധ അന്തോനീസിൻ്റെ ജന്മദിനവും നമ്മൾ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്നു. ഈ തിരുനാളിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കുടുംബത്തിലെ എല്ലാവർക്കും നേരുകയാണ്. മാതാവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. മാതാവ് അമലോത്ഭയാണ്. പാവമില്ലാതെ, പാവത്തിന് കറയില്ലാതെ ജനിച്ച ഏറ്റവും പരിശുദ്ധയായ. അതുകൊണ്ടാണ് ദൈവം പോലും ജന്മം കൊള്ളുവാൻ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലേക്ക് വരുന്നത്. മാതാവിനോട് ഗബ്രിയേൽ മാലാഖ വന്ന് ചോദിക്കുന്ന ചോദ്യമാണല്ലോ, നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി, നീ സ്ത്രീകളെ അനുഗ്രഹീതയാവുന്നത് മാതാവിന്
കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ സാക്ഷ്യമാണ് നന്മ നിറഞ്ഞവളെ. അപ്പം തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ഈ മാതാവിൽ നിന്നാണ് ഉണ്ണീശു ജനിക്കാൻ പോകുന്ന കാര്യം ഗബ്രിയേൽ ദൂതൻ പറയുക. 16 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം കല്യാണം കഴിക്കാതെ, വിവാഹം കഴിക്കാതെ ഗർഭിണിയായിത്തീരുന്നത് ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത വലിയൊരു സങ്കടകരമായ കാഴ്ചയാണ്. പക്ഷെ മാതാവ് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധ ആത്മാവ് നിന്റെ മേൽ എഴുന്നള്ളി വരും. ദൈവത്തിൻ്റെ ആത്മാവ് എഴുന്നള്ളി വരും. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഇതാ. അപ്പോൾ ഇതിന് വലിയ സാക്ഷ്യമായിട്ട് ഗബ്രിയേൽ മാലാഖ പറയുന്നത്, നിന്റെ വിശ്വാസം ഒരിക്കലും സംശയപ്പെടാതിരിക്കാൻ വേണ്ടി മാതാവിനോട് പറയുന്നു, നിന്റെ അമ്മായിയായ അപ്പച്ചൻ്റെ പെങ്ങളായ അമ്മായി, ചാർച്ചക്കാരി, വന്ധ്യയാണ്, വയസ്സായിരിക്കും. ഇതാ അവൾ 6 മാസം ഗർഭിണിയാണെന്ന്. പ്രിയമുള്ളവരെ, ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് വയസ്സായി വന്ധ്യയായി മരിക്കാൻ കിടക്കാൻ പോകുന്ന പ്രായത്തായിരിക്കുന്ന ചാർച്ചക്കാരി എലിസബത്ത് ഗർഭിണിയാണ്. ആ ഒരു വലിയ വിശ്വാസം മാതാവ് പറയുന്നു, ഇതാ കർത്താവ് ദാസി, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. പ്രിയമുള്ളവരെ, മനുഷ്യർക്ക് അസാധ്യമാണ്, പക്ഷെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല, എല്ലാം സാധ്യമാണ്. പിന്നീട് മാതാപിതാ സുവിശേഷിക്കേണ്ടതുപോലെ മാതാവ് ഓടുകയാണ്. തിടുക്കത്തെ യാത്ര പുറപ്പെട്ടു യൂദയായില മലപ്രദേശത്തേക്ക്. അവിടെ തൻ്റെ ചാർച്ചക്കാരിയായി എലിസബത്തിനെ കാണും. രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലെ കുഞ്ഞ് കുതിച്ചുചാടിയതാണ്. കാരണം മാതാവ് വന്നിരിക്കുന്നത് ഉണ്ണീശോയെ ഗർഭം ധരിച്ചുകൊണ്ടാണ്. വലിയ പ്രവാചകനാണ് സ്നാപയോഹന്നാൻ, അതും എലിസബത്തിന്റെ ഉദരത്തിലാണ്. എലിസബത്ത് ഉദരത്തിലെ ശിശു കുതിച്ചുചാടി സന്തോഷത്താല്ല എലിസബത്ത് പരിശുദ്ധാത്മാ നിറഞ്ഞവളായി മാറി. നമ്മുടെ ജീവിതത്തിലെ ദൈവീകമായ സാന്നിധ്യം നമ്മളെ വലിയ സന്തോഷമുള്ളവരാക്കി മാറ്റും, വലിയ ആനന്ദമുള്ളവരായി, സ്വാതന്ത്ര്യമുള്ളവരാക്കി മാറ്റും. മാതാവ് പറയുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുന്നു, എൻ്റെ ചിത്തവൻ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് ഈ എളിയ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചിരിക്കുന്നു. അവിടുന്ന് ഇതാ ദരിദ്രരെ വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുന്നു, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞു വിടുന്നു. പ്രിയമുള്ളവരെ, മാതാവ് വലിയ സന്തോഷത്തിലും ആനന്ദത്തിലും, എലിസബത്തും വലിയ സന്തോഷമാണ്. പരസ്പരം ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാൻ രണ്ടുപേരുടെ ദൈവിക സാന്നിധ്യം പരിശുദ്ധാത്മാവോട് നിറയുന്നു. നമ്മുടെ ജീവിതവും പരിശുദ്ധ മകണക്കെ വലിയ ആത്മാവിന് നിറമുള്ളവരായി തീരും. സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ തക്കവിധം നമ്മുടെ ജീവിതം ആത്മാവ് കൊണ്ട് നിറയണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കണം. എത്രയോ പ്രവാചകന്മാരാണ് സ്വർഗത്തിലേക്ക് ആത്മാവിന്റെ ശരീരത്തിലെടുത്തത്. എലിയ എന്ന പ്രവാചകൻ ഇങ്ങനെ പരമ്പത്തൂടെ കടന്നു പോകുമ്പോൾ ദൈവം അദ്ദേഹത്തെ ശരീരത്തോടെ ആത്മാവോടുകൂടെ സ്വർഗത്തിലേക്ക് എടുത്തു. കാരണം ഇസ്രായേലിൽ വലിയ മഹത്വമുള്ള പ്രവാചകനാണ്. ഇസ്രായേൽ ജനതയ്ക്ക് ഏക ദൈവത്തിന്റെ വലിയ ബലി അർപ്പിച്ച് ആ ബലി സ്വീകരിക്കാൻ ശക്തനായ ദൈവം, ശക്തനായ പ്രവാചകൻ. ആ പ്രവാചകനെ ദൈവപിത സ്വർഗത്തിലേക്ക് എടുത്തു ആത്മാവിന്റെ ശരീരത്തോട്. ഏനേക്കൊന്നൊരു രാജാവ്, ഇസ്രായേലിലെ രാജാവാണ്, അദ്ദേഹത്തെയും സ്വർഗത്തിലേക്ക് എടുത്തു. ഇതാ നമുക്ക് വേണ്ടി നമ്മുടെ ദൈവത്തിൻ്റെ, നമ്മുടെ കർത്താവിൻ്റെ അമ്മയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പുത്രന് നൽകാവുന്നത്. ശരീരത്തോടും ആത്മാവോടും സ്വർഗത്തിലേക്ക്. നമ്മളെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മണ്ണോട് ചേർന്ന് അലിഞ്ഞു പോകും, ആത്മാവ് മാത്രമാണ് സ്വർഗത്തിലേക്ക് എടുക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധമായി ജനിച്ച നാൾ മുതൽ പരിശുദ്ധിയോടെ വിശുദ്ധിയോടുകൂടെ ദൈവത്തിൻ്റെ ചിത്രങ്ങൾക്ക് വേണ്ടി, ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച മാതാവ് സംശയിക്കപ്പെട്ട നിമിഷങ്ങളുണ്ട്. ഔസേപ്പിതാവ് മാതാവിനെ സംശയിച്ചു. കാരണം താൻ കല്യാണം കഴിക്കാൻ മുമ്പായി മാതാവ് ഗർഭിണിയാകുന്നപ്പോൾ സംശയിച്ചു, സ്വാഭാവികമാണ്. പക്ഷേ ദൈവത്തിന്റെ മാലാഖ ഔസേപ്പിതാവിനെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അതെല്ലാം അനുസരിച്ച് പ്രിയമുള്ളവരെ, മാതാവ് ഉണ്ണീശോയെ കാലിത്തൊഴുത്തിൽ പിറന്നപ്പോൾ, ജന്മം കൊടുത്തപ്പോൾ, അപ്പോഴും മാതാവിനെ വിശ്വാസത്തിൽ ക്ഷയിച്ചില്ല. ഔസേപ്പിതാവ് സംശയം ക്ഷയിച്ചില്ല. ഉണ്ണീശോ ദൈവപുത്രൻ ജനിക്കുന്നത് പുൽത്തൊട്ടിയിൽ, വൈക്കോലിനകത്ത്. പ്രിയമുള്ളവരെ, സംശയം. ഒത്തിരി കുട്ടികള് ഈശോ ജനിച്ചപ്പോൾ മരണത്തിലേക്ക് പോകുന്നുണ്ട്. ഹെരോദേസിന്റെ വാളിന് ഇരയായി. അപ്പോഴും മാതാവ് സംശയിച്ചില്ല. ബെത്ലഹേമിൽ നിന്നും ഈജിപ്തിലേക്കുള്ള കഠിനമായ യാത്ര. മാതാവ് ഈശോടുക്കലേക്ക് കാനായിലെ കല്യാണത്തിൽ പറയുന്നുണ്ട്, അവർക്ക് വീഞ്ഞില്ല, അവരുടെ കുടുംബത്തിന് നാണക്കേട് വരും, വിവാഹമാണ്, ഒരു പ്രധാനപ്പെട്ട വശമായ വീഞ്ഞില്ല എന്ന്. ഈശോ പറയാണ്, എനിക്ക് നിനക്കുമെന്നതൊക്കെ ചോദ്യമാണ്. പ്രിയമുള്ളവരെ, അപ്രകാരമൊക്കെ സ്വാഭാവികമായി നാം ചോദിക്കുമ്പോൾ നമ്മളും വിഷമിച്ചു പോകില്ലേ? അമ്മയോട് മകൻ ചോദിക്കും, എനിക്ക് നിനക്കുമെന്ത്? പക്ഷെ എനിക്ക് നിനക്കുമെന്ത് സ്ത്രീ എന്ന് പറയുമ്പോൾ ആ സ്വർഗീയ മഹത്വത്തിലേക്കാണ് മാതാവ് ഉയർത്തുക. കാരണം മാതാവ് പറഞ്ഞ കാര്യം, അവിടെ വീഞ്ഞില്ലാത്ത കാര്യം, സമൃദ്ധമായ വീഞ്ഞ് അത്ഭുതം ചെയ്യുന്നതാണ് ഈശോ
അവിടെ വിളമ്പിക്കൊടുക്കുന്നത്. എല്ലാ ജനങ്ങളെയും പഠിപ്പിക്കുന്ന സമയത്ത് തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം കഴിയുമ്പോൾ അവരെ ഈശോയെ കാണുവാൻ അമ്മയും സഹോദരന്മാരും. അപ്പോഴും ഈശോ പറയുന്നുണ്ട്, ആരാണ് എൻ്റെ അമ്മയും സഹോദരൻ? എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത്. അപ്പോഴും മാതാവോട് തഴയപ്പെടുകയല്ല, മറിച്ച് എല്ലാ ജനങ്ങളുടെയും മുമ്പിൽ ഈ സ്വർഗീയ ഇഷ്ടം നിറവേറ്റിയ മാതാവിൻ്റെ രൂപമാണ് എല്ലാ ജനങ്ങൾക്കും അവിടെ ജനങ്ങൾ കാട്ടിക്കൊടുക്കുക. പ്രിയമുള്ളവരെ, കാൽവരിയിലെ കുരിശിൽ ഈശോ മരിച്ചു കഴിഞ്ഞു. ആ കുരിശിൻ ചുവട്ടിൽ ഈശോ മാതാവ് കൂടെയുണ്ട്. ശിഷ്യന്മാരെല്ലാം ഈശോ പോയി കഴിഞ്ഞാൽ പേടിച്ചു. പക്ഷെ അവരുടെ മാതാവിൻ്റെ എല്ലാവർക്കും വിശ്വാസത്തിന് വെളിച്ചം, സ്വർഗത്തിലേക്ക് എല്ലാവരെയും ഉയർത്തുവാനുള്ള വലിയ മാതൃക നമ്മൾ ഇന്ന് ഒന്നാമത്തെ വായനയിൽ കണ്ടുവല്ലോ. ഇതാ സ്വർഗത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. വെളിപാട് പുസ്തകം 12-ാം അധ്യായം സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു. അവിടെ ഇതാ 12 നക്ഷത്രങ്ങൾ കൂടിയ സ്വർഗീയ കിരീടമണിഞ്ഞ മാതാവ്, സൂര്യനെ ഉടയാടയാക്കിയവൾ, ചന്ദ്രനെ പാദപീഠമാക്കിയവൾ, അവൾ ഇതാ ഗർഭിണിയായിരുന്നു. അവൾ പ്രസവിക്കുന്ന കുഞ്ഞിനെ തിന്നുവാൻ സർപ്പമിതാ കാത്തിരിക്കുകയാണ്. ആകാശ നക്ഷത്രങ്ങളെല്ലാം വാരിക്കൂട്ടി ഇതാ ഭൂമിയിലേക്ക് എറിയുന്നു. അവൾ ഈ സർപ്പം ഭക്ഷിക്കാൻ വരുന്ന കുഞ്ഞിനെ ഇരുമ്പ് തൊണ്ടുകൊണ്ടാണ് ആ ആൺകുഞ്ഞ്, അവൾ പ്രസവിച്ച ആൺകുഞ്ഞ് മരിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ ഓർത്തുകൊള്ളുക, സ്വർഗീയമായ വലിയ സുന്ദരമായ ചിത്രമാണ് വെളിപാട് പുസ്തകം 12-ാം അധ്യായം നമുക്ക് നൽകാം. നമ്മൾ ഒരിക്കൽ മരിക്കും. സ്വർഗത്തിലെ ഈശോയെ കാണുവാൻ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കാൻ, ഔസേപ്പിതാവിനോട് ചേർന്ന് ഈശോയെ ആരാധിക്കാൻ വലിയ കൃപ നൽകണമേ എന്ന് ഈ ദിവസം പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ നന്മകൾ. കൂടാതെ ഇന്ന് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ്. ഭാരതം സ്വതന്ത്രമായതിൻ്റെ സുന്ദരമായ ദിനമാണ്. ഈ കോവിഡ് കാലം നമുക്കറിയാമല്ലോ, കൊറോണ കാലഘട്ടം എത്രയോ സുന്ദരമായിട്ടാണ് ഓരോ സ്വാതന്ത്ര്യ ദിനങ്ങൾ നമ്മൾ ആഘോഷിക്കുക. എല്ലാ കുട്ടികളും സ്കൂളിൽ അണിനിരുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേകിച്ച് കൊടിമരത്തിന് മുമ്പിൽ നമ്മൾ ദേശീയ പതാക ഉയർത്തുന്നു. എന്നിട്ട് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ സുന്ദരമായ സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നു. നമ്മൾ കേൾക്കേണ്ട ഏറ്റവും വലിയ സന്ദേശം എന്താണ് പ്രിയമുള്ളവരെ? അഹിംസയുടെ സന്ദേശമാണ്. മഹാത്മാഗാന്ധിജിയുടെ സന്ദേശം. ഒരു ജീവിതം മുഴുവനും ഭാരതം എന്ന ജനങ്ങൾക്ക് വേണ്ടി ഹോമം ചെയ്ത, ത്യാഗം ചെയ്ത, ബലിയർപ്പിച്ച വലിയ മഹാത്മാവാണ് മഹാത്മാഗാന്ധിജി. അതുകൊണ്ടല്ലേ എല്ലാവരും ശാന്തമായി സ്നേഹത്തോടെ, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം, സ്വന്തം ഒട്ടുതുണിയെ ഉലിഞ്ഞു കൊടുത്തവരാണ് മഹാത്മാഗാന്ധിജി. മറ്റുള്ളവരുടെ അധികാരികളെ ചവിട്ടേറ്റവരാണ്. അതും ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുമ്പോൾ ട്രെയിനിൽ കർത്തവർഗക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്ത് ചവിട്ടേറ്റവരാണ് മഹാത്മാഗാന്ധിജി. ദണ്ഡി യാത്രയിൽ കടും ചൂടിൽ പോലും ജനങ്ങളോടുകൂടെ നീണ്ട ദിവസങ്ങൾ വെയിലത്തും മഴയത്തും പകലുമെല്ലാം അദ്ദേഹം കാലിൽ ചെരിപ്പണിയാതെ പോലും യാത്ര ചെയ്തവനാണ്. ഭാരതത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാവർക്കും. പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ പോലും നിഷ്ഠൂരമായിട്ടാണ് വധിക്കപ്പെടുക. ജനങ്ങൾക്ക് വേണ്ടി അവരുടെ മഹത്വത്തിന് വേണ്ടി, അവരുടെ ഐശ്വര്യത്തിന് വേണ്ടി, ഭാരതത്തിന് വേണ്ടി മരിച്ച മഹാത്മാഗാന്ധിജി. അപ്പം തീർച്ചയായും ഒരു മനുഷ്യനെ പോലും വേദനിപ്പിക്കാതെ നന്മകൾ ചെയ്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി കടന്നു പോകുക. നമ്മുടെ ജീവിതവും തീർച്ചയായും കടന്നു പോകുന്ന വഴികളിൽ വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ നന്മയുടെ അനുഗ്രഹമായി തീരുവാൻ ഈ ദിവസം നമുക്ക് മഹാത്മാഗാന്ധിജിയോട് ചേർന്നും ഭാരതത്തിലെ സ്വാതന്ത്ര്യത്തോട് പ്രതിജ്ഞ എല്ലാ ജനങ്ങളോട് ചേർന്ന്, ഒത്തിരി ജനങ്ങൾ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ചിട്ടുണ്ട്, ത്യാഗം ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഓർക്കാം. അപ്പോൾ തീർച്ചയായും നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ അടിമയായി ജീവിക്കുന്നില്ല. നമ്മൾ ആർക്കും അടിമയാകാൻ പാടില്ല. ഒരു മനുഷ്യനും ഭാര്യ ഭർത്താവിന് അടിമയാകാൻ പാടില്ല, ഭർത്താവ് ഭാര്യയ്ക്ക് അടിമയായി തീരാൻ പാടില്ല, മക്കൾ മാതാപിതാക്കൾക്ക് അടിമയായി തീരാൻ പാടില്ല. ജനങ്ങൾ ജോലിയിടങ്ങളിൽ, നമ്മൾ ബിസിനസ് സ്ഥലങ്ങളിൽ, നമ്മൾ എവിടെയെല്ലാം പഠിക്കുക, അവിടെ അടിമയല്ല, മനസ്സ് സ്വതന്ത്രമായി സംസാരിക്കാനുള്ള ഒരു വലിയ മാനദണ്ഡം, പ്ലാറ്റ്ഫോം നമുക്ക് വേണം. നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ഇന്നതാണെന്ന് പറയുവാൻ, അത് നല്ല കാര്യമാണെന്ന്, തിന്മയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ധർമ്മവും നീതിയും സന്തോഷവും നൽകുന്ന അവസരമാണ്. എല്ലാവർക്കും ധർമ്മം നൽകുന്നത്, എല്ലാവർക്കും നീതി നൽകുന്നത്, എല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്ന അവസരമാണ് സ്വാതന്ത്ര്യം. അപ്പം ആരുടെയും സ്വാതന്ത്ര്യത്തിന് ആരും പറന്നു ഉയരുവാനുള്ള ചിറകിനെ നമ്മളിങ്ങനെ ചരട് കെട്ടരുത്, തടസ്സമായി നിൽക്കേണ്ട. മനസ്സ് എല്ലാവർക്കും നന്മയായി, സന്തോഷമായി, ഐശ്വര്യമായി, അവരുടെ മനസ്സ് ശരീരത്തിനും എല്ലാവർക്കും നന്മയായി തരുന്ന വ്യക്തികളായി തീരുക. അങ്ങനെ സ്വാതന്ത്ര്യം നന്മയിലേക്ക് മാത്രം വിനിയോഗിക്കുക, നാശത്തിലേക്കല്ല, നന്മയിലേക്ക്, മറ്റുള്ളവർക്ക് നന്മയാകുന്ന കാര്യം ചെയ്യുക. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ നന്മകൾ നേരുന്നു.
ഇന്ന് വിശുദ്ധ അന്തോനീസിൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഒത്തിരി അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഈശോയെ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നൽകുന്ന വിശുദ്ധ അന്തോനീസ്. പരിശുദ്ധമ്മയുടെ കയ്യിലുണ്ട്, ഔസേപ്പിതാവിൻ്റെ കയ്യിലുണ്ട്, യുദാസ്ലീഗയുടെ നെഞ്ചത്തുണ്ട് അത് ഈശോ കർത്താവ്. അപ്പം ഈ അന്തോനീസ് പുണ്യാളിൽ അദ്ദേഹം തൻ്റെ കയ്യിലേക്ക് ഉണ്ണീശോ വഴിയാണ് അദ്ദേഹം ബൈബിൾ വായിക്കുമ്പോൾ ഉണ്ണീശോ വന്ന് ബൈബിളിൽ കൊണ്ടിരിക്കും, അന്തോനീസോട് സംസാരിക്കും. പരിശുദ്ധ മാതാവാണ് ഉണ്ണീശോയെ അന്തോനീസോയുടെ കയ്യിൽ കൊടുക്കുക. അപ്പം നമ്മൾ ഓർക്കുക പ്രിയമുള്ളവരെ, ഈശോയെ കൊടുക്കുന്നവരായി, ഈശോയെ ഇങ്ങനെ കയ്യിൽ പിടിക്കുന്ന ഭാരമല്ല, മറിച്ച് ഈശോയെ കൊടുക്കുന്ന ഒരു ജന്മം കൊണ്ട് ഈശോയെ കൊടുക്കുന്ന മകളായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അന്തോനീസ് ജന്മദിനം തന്നെ ഈശോയെ കൊടുക്കുന്ന വലിയ മഹത്വമായി മാറുകയാണ്. ഈ തിരുനാളിൻ്റെ എല്ലാ നന്മകൾ നിങ്ങൾക്ക് നേരുകയാണ്. മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവെ, സ്വർഗത്തിലേക്ക് ഞങ്ങളെയും ഉയർത്തി പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ഔസേപ്പിനോട് ചേർന്ന്, അപ്പോസ്തലന്മാരോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന് ഇന്ന് വരെ ജീവിച്ച് മരിച്ച് വലിയ സ്വർഗീയ അനുഭവത്തിലേക്ക് വരിക പ്രിയപ്പെട്ടവർ ചേർന്ന് ഞങ്ങൾ ഒരിക്കൽ സ്വർഗത്തിൽ ചേരാൻ അനുഗ്രഹിക്കണമേ. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം എല്ലാ ജനങ്ങൾക്കും ലഭിക്കാൻ, ആരെങ്കിലും അടിമയായി പീഡിപ്പിക്കപ്പെടുന്ന അവർക്കെല്ലാം സ്വാതന്ത്ര്യം ലഭിക്കാൻ നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം. സ്വാതന്ത്ര്യ നന്മകൾ നേരുന്നു. അന്തോനീസ് ജന്മം ഈശോയെ എല്ലാവർക്കും കൊടുത്ത പോലെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, ഈശോയെ നൽകുവാൻ വലിയ കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. ഈ സുന്ദരമായ ദിനത്തിൽ 3 പ്രത്യേക നിയോഗങ്ങളും നമുക്ക് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വിശ്വാസമാണ് ഒരുമിച്ച് ചുറ്റുമെല്ലാം ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് സർവശക്തമായ പിതാവിനെ വിശ്വസിക്കുന്നു. ഏകകർത്താവ് ജാതനായ ഏകദൈവത്തിൽ എല്ലാ യുഗങ്ങൾക്കും പിതാവ് ജലസ്വരമായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവം, പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും, ജനിച്ചവനെങ്കിൽ സൃഷ്ടിക്കപ്പെടാത്തവരും പിതാവുമായ സത്യദൈവനുമായ അവിടുന്ന് വഴിയായി സ്ഥലം സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ ഈശോയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനെ കന്യകാവരെ ശരീരം സ്വീകരിച്ച് മനുഷ്യരായി തീർന്നു. കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പിന്നെ സഹിച്ച് മനുഷ്യപ്പെട്ട് അനുസരിച്ച് 3-ാം ദിവസം ഇറങ്ങുകയും സ്രോതത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ മഹത്വം ആദരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെ വിധിക്കുന്നു. അവിടുന്ന് വരും. അവൾ രാജ്യത്തിന് അവസരം ഉണ്ടാകുകയില്ല. കർത്താവും ജീവിതദാതാവും പിതാവിൽ പുത്രനോടൊപ്പം പിതാവിനോട് പുത്രനോടൊപ്പം ആരാധിക്കാൻ വിശ്വസിക്കപ്പെടുന്നവനും പ്രവാചകമായി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളിലുള്ള ഏകദർശനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരോടൊപ്പം പുനരുദ്ധാനത്തിന്റെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ ഈ തിരുനാളിന് നമ്മുടെ എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏറെ വിനയത്തോടും ഭക്തിയോടും കൂടെ സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് വിനയത്തോടെ സ്നേഹത്തോടെ അപേക്ഷിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ, നമ്മുടെ എല്ലാ കർദിനാൾമാർ, അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പൽ പിതാവ്, മറ്റെല്ലാ മെത്രാന്മാർ, വൈദിക സന്യാസികൾ, ആത്മാവിൽ ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് കർത്താവിന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരയിലും കടലിലും ആകാശത്തൊക്കെ യാത്ര ചെയ്യുന്നു, പ്രത്യേകിച്ച് കപ്പലിൽ ജോലി ചെയ്യുന്നു, പ്ലെയിനിൽ ജോലി ചെയ്യുന്നു, പ്രത്യേകമായി വെള്ളത്തിനടിയിൽ ഭൂമിക്കടിയിലൊക്കെ ജോലി ചെയ്യുന്ന എല്ലാവരെയും അവിടുത്തെ കൃപയെ സംരക്ഷിക്കുകയും വിവിധങ്ങളായ ജോലി സ്ഥലങ്ങളൊക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഇന്ന് സ്വർഗാരോഹണ തിരുനാൾ മാതാവിനെ ആഘോഷിക്കുമ്പോൾ ഞങ്ങളും സ്വർഗത്തിലേക്ക് ഒരിക്കൽ എടുക്കപ്പെടുമ്പോൾ സ്വർഗം നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങളെ കാത്തുപരിപാലിക്കണം. സ്വർഗം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകുകയും ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് സ്വതന്ത്രരായി തരുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തിലുള്ള ഭക്തിയായ വിശ്വാസം നമ്മുടെ ഭവനങ്ങളിലും നമ്മളായിരിക്കുന്നിടത്തും ഈ പരിശുദ്ധമായി ബലിയിൽ പങ്കുചേർന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ മക്കളുടെയും കരുണയോടെ ആയിരിക്കണമേ. ഇന്ന് കണ്ണുനീരോടുകൂടെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി, രോഗങ്ങൾ സൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നവരെയും, എല്ലാ മഴക്കെടുതിയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, എല്ലാ ജനങ്ങളെയും
കൊറോണ എന്ന രോഗത്തിന് അടിമത്തിൽ നിന്ന് മോചിക്കണമേ. എല്ലാവർക്കും ശാരീരിക ആത്മീയമായ സ്വാതന്ത്ര്യം നൽകി സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്നും ഞങ്ങളെ മരിച്ചുപോയ എല്ലാവരെയും സ്വർഗ്ഗത്തെ സ്വീകരിക്കണമേ എന്നും കർത്താവിനെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഒരു ജീവിതം അങ്ങേക്ക് സ്വീകാര്യമായ ബലിയായി അങ്ങ് മാറ്റണം. കർത്താവെ, ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് അർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ കർത്താവേ, ഞങ്ങളുടെ ഈ ആദരത്തിന്റെ സമർപ്പണം അങ്ങേ പക്കലേക്ക് ഉയരുകയും സ്വർഗാരൂപിതയായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥയാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ സ്വർഗീയാഗ്നിയാലും സ്നേഹാഗ്നിയാലും ഉജ്ജ്വലിച്ച് നിരന്തരം അങ്ങേ അന്വേഷിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിക്കും. അതുചിതവും ന്യായവുമത്രേ. സർവശക്തനായ കർത്താവേ, പരിശുദ്ധനായ പിതാവേ, നിത്യനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എന്നേരവും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക. വിശിഷ്യ പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിൽ അങ്ങേക്കു നന്ദി അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവും. എന്തെന്നാൽ അങ്ങേ തിരുസഭയുടെ പൂർത്തീകരണത്തിന്റെ ആരംഭവും പ്രതീകവുമായും തീർത്ഥാടക ജനത്തിന്റെ ഉറച്ച പ്രത്യാശയുടെ സമാശ്വാസത്തിന്റെ അടയാളവുമായി കന്യകയായ പരിശുദ്ധ ദൈവമാതാവ് ഈ ദിനം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എല്ലാ ജീവന്റെ ഉടയവനുമായ മനുഷ്യാവതാരം ചെയ്ത അങ്ങേ പുത്രന് അത്ഭുതകരമായി ജന്മം നൽകിയ പരിശുദ്ധ മാതാവ് കല്ലറയിൽ അഴിയുന്നത് കാണുവാൻ അങ്ങിഷ്ടപ്പെടുന്നില്ല. ആകയാൽ എല്ലാ മാലാഖമാരോടും എല്ലാ
ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കരങ്ങൾ കൂട്ടി ഒട്ടുകൾ മടക്കാം. പരിശുദ്ധിയോടെ വിശുദ്ധിയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. സ്വർഗത്തിലേക്ക് ഉയരുന്ന നിമിഷം, സ്വാതന്ത്ര്യത്തിന് ദിനം, അന്തോണീസിന് എല്ലാം സമർപ്പിച്ചു. കർത്താവെ, ഞങ്ങളങ്ങേ പരിശുദ്ധിയോടെ വിശുദ്ധിയോടെ നമ്മുടെ 3 നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് ഞങ്ങളങ്ങേ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കും. കർത്താവിനെ കുറിച്ച് ധ്യാനിക്കണം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായ പരിശുദ്ധനായ ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡാസഹനത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ പാവനമാ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാണ്. ദൈവമേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ ആരാധന. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ,
അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് ഇത് ജീവനെളുന്നപ്പോൾ ദൃശ്യ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കും. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാപികളുമായ ഞങ്ങളെ അർഹരാക്കി തീർത്തതിന് നന്ദി പറയുന്നു. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർക്കണമേ. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയുണ്ട്. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്കും വേണ്ടി, അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന് വേണ്ടി, മറ്റെല്ലാ പത്രാന്മാർ, വൈദിക സന്യാസികൾ, ആത്മാവിൽ വെളിപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയെത്തിക്കണം. ദൈവമേ, ഈ ഭൂമിയിൽ നിന്നും അങ്ങ് വിളിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ എല്ലാവരെയും സ്വർഗ്ഗസന്നെ സ്വീകരിക്കണമേ. ഒരു നിമിഷം കുടുംബത്തിൽ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെ, ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കുന്നു. അനധേ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തും ആ കന്യയുടെ ഭർത്താവ് സർവ്വത്രികസ്വയുടെ മധ്യസ്ഥം, ഞങ്ങൾ സ്വർഗീയ മധ്യസ്ഥമായ പിതാവ് വിശുദ്ധ അന്തോനീസിനോടും മറ്റെല്ലാ വിശുദ്ധരുമൊത്ത് എത്തിച്ചേരാൻ പങ്കുചേരുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അനുഗ്രഹിക്കുകയും അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായി എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വർഗീയ പിതാവിനെ വിളിച്ച് സ്വർഗസ്വനായ പ്രാർത്ഥന ഏറ്റുമെല്ലാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ്, അങ്ങയുടെ നാമം, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണമേ. ഈ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങൾ യേശുവിനായ യേശുക്രിസ്തുവിനെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചിതരാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവും. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാർ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസങ്ങൾ അങ്ങേ തിരുവിളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചുകൊള്ളുക. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം കർത്താവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിന ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യവീരം ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ,
ക്രിസ്തുവിൻ്റെ തിരുശരീരങ്ങളെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുവേ, പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അരൂപിയാൽ എഴുന്നള്ളി വരണം. അങ്ങിൽ നിന്നും ഒരിക്കലും വേർപിരിയാൻ ഞങ്ങളെ അനുവദിക്കരുത്. ആമേൻ. ആമേൻ. എന്നെ കാത്തിരിക്കുന്ന കാരുണ്യമേ, എന്നെ ഓർത്തിരിക്കുന്ന പൊൻസ്നേഹമേ, സത്യമാ സക്രാരിയിൽ നിത്യമാ തിരുഭോജ്യമാ എൻ്റെ നാവിലലിയുന്ന കൂദാശയിൽ നിനക്കേകുന്നു എൻ മാനസം. എന്നും അണയേണമേ, എന്നിലലിയേണമേ, ഉള്ളിൽ നിറയേണമേ, അങ്ങു വളരേണമേ. സർവശക്തനായ കർത്താവേ, പരിശുദ്ധകന്യകാമറിയത്തിന്റെ തിരുനാളിൽ വിസ്മരണീയമായ ദാനങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾക്ക് ഏറപേക്ഷിക്കുന്നു. ഈ ദാനങ്ങൾ അങ്ങേ മക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നേടിത്തരയണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടി അങ്ങേ ആത്മാവോടും ശിരസവിശ്വാസവാദം സ്വീകരിക്കാം. സർവശക്തനായ പിതാവായ ദൈവം നമ്മുടെ മാതൃരാജ്യത്തെ അനുഗ്രഹിക്കുകയും ഇന്ത്യയുടെ മധ്യസ്ഥയായ പരിസരനികാമനയത്തിന് മധ്യസ്ഥ വഴി നമ്മുടെ എല്ലാ ജനങ്ങൾക്കും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നൽകുകയും ചെയ്യുമാറാകട്ടെ. ദൈവപുത്രൻ നമ്മുടെ നേതാക്കളെ കനിവാർന്നുകൾ ആശ്രയിക്കുകയും ദീർഘവീക്ഷണത്തോടും ധൈര്യത്തോടും കൂടി ഉന്നതമായ ആദർശങ്ങൾ പിൻചെല്ലുവാനും പ്രചോദിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് ദൈവകൽപ്പനയുടെ വഴിയിലൂടെ പഠിക്കുവാനും ചരിക്കുവാനും നിങ്ങളെ ശക്തരാക്കുകയും സ്വർഗവാസികളെ കൂട്ടവാസികളായി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണിയുകയും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. കന്യതൻ വല്ലഭൻ നീ, സർവേശസൂനുവിൻ പാലകൻ നീ, കൈവേല ചെയ്തു നീ വന്യതാത പാരിതി നാദനാഹാരമേകി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായി നിയോഗിച്ചു. എന്റെ സകല സമ്പത്തുകളുടെയും സംരക്ഷകനുമാണ്. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകും. വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ വളർത്തു പിതാവ്, ദൈവജനനിയുടെ വിരക്ത ഭർത്താവുമായ യേശുപിതാവിനെ കുടുംബങ്ങൾ സംരക്ഷകരും തൊഴിലാളികളെ മാതൃകയും നന്മന മധ്യസ്ഥമായി അങ്ങ് തിരുസഭയ്ക്ക് നൽകിയാലോ ഈ വിശുദ്ധന്റെ മധ്യസ്ഥയിൽ ഞങ്ങളെ അപേക്ഷകൾ കേൾക്കണമെന്ന് നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അവനാൾ പ്രാർത്ഥന. ഓ ഭാഗ്യപ്പെട്ട സസ്യപിതാവേ, അങ്ങിൽ അഭയം തേടുന്നവരെ ഒരിക്കലും കൈവിടില്ല ഞങ്ങൾ അറിയുന്നു. ആകയാൽ അങ്ങ് ഞങ്ങളുടെ ശരണവും ആശ്രയവും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ശാരീരികമായ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന നന്മകൾ കരങ്ങൾ കൂപ്പി കാണുന്ന നമ്മുടെ ആവശ്യം സമർപ്പിച്ച് ഔസപിതാവിന്റെ പക്കൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാമയോട് ചേർന്ന് സന്തോഷിച്ച് ചേർന്ന് നമ്മുടെ 3 നിയോഗങ്ങളിൽ നിന്ന് സമർപ്പിച്ച് അപേക്ഷിക്കാം.
നമുക്ക് ഏറ്റവും എല്ലാം ഈശോയുടെ അങ്ങേ വല്ലഭമായ മധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണം. മനുഷ്യോദരം ചെയ്ത ദൈവജനത്തിന്റെ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവത്തിനു മുമ്പിൽ കാരുണ്യപൂർവ്വം കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികളുടെ മാതൃകയായ പിതാവേ, എല്ലാവിധ വിപത്തുകളും ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണം. ഞങ്ങളുടെ നിരവധി പാപങ്ങൾക്ക് പരിഹാരമായി ചൈതന്യത്തോടെ ഞങ്ങളെല്ലാവരെയും തിരുസഭയുടെ പാലകനായ പിതാവേ, തിരുസഭയ്ക്ക് വേണ്ടി വഹിക്കണം. എല്ലാം യേശുവിന് വേണ്ടി എല്ലാം പരിശുദ്ധ മറിയത്തിലൂടെ എല്ലാം അങ്ങയെ അനുകരിക്കുന്നതിന് വേണ്ടി ആയിരിക്കട്ടെ ജീവിതത്തിലെ മുദ്രാവാക്യം. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സുകളെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണം. അനുഗ്രഹിക്കപ്പെട്ടവളാകും, അങ്ങയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെടാം. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. അതിലെ പോലെ ഇപ്പോഴും നീക്കാമേ. ദൈവത്തിൻ തിരുസുധനേ, പോറ്റി വളർത്തിയ താതാ, പിഞ്ചുകിടാങ്ങള ഞങ്ങളനാദരായി കേഴുന്നി കണ്ണീരിൻ താഴ്വരയിൽ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണം. ദൈവത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായ തന്റെ സകല സമ്പത്തുകളുടെയും സംരക്ഷകനും പ്രാർത്ഥിക്കാം. ഭർത്താവായി ദൈവമേ, ഭൂമിയെ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന യേശുദൻ, സ്വർഗ്ഗത്തിൽ ഞങ്ങളെ മധ്യസ്ഥനായിരിക്കും കൃപയുണ്ടായിരിക്കണമേ. ഞങ്ങളെ കർത്താവ് അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പ്രകാശമണിയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മുടെ സഹായം കർത്താവ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ കർത്താവിനുള്ള പ്രാർത്ഥനകളുടെ വിലാപങ്ങൾ ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. ആശ്വാസമായ ദൈവമേ, അങ്ങേ പുത്രന്റെ വളർത്ത പിതാവായി അവസരപിതാവിനെ മാധ്യസ്ഥയായിരിക്കുന്ന ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കുന്നു. ഞങ്ങളെല്ലാവരും ഹൃദയസമാധാനം, സ്വർഗീയാരോഗ്യം, ശാരീരിക ആരോഗ്യം പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പറയാനിടയാക്കണമേ. നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. മോക്ഷകവാടം തുറക്കും രക്ഷാകരമോസ്തിയേ, ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തി തുണയും തരേണം. തൃത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാം, ഞങ്ങൾക്കു കൃപ നൽകിടേണം.
ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേയ്ക്കാരാധന. അമ്മേ അമ്മേ തായേ അങ്ങേകമകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ ഞങ്ങൾക്കേകമകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അപ്പമില്ലാതയുമ്പോൾ അമ്മേ അമ്മേ തായേ അപ്പമില്ലാതെയുമ്പോൾ അപ്പത്തിൽ വാഴുന്നവനെ ആരാധിക്കുന്നു. അപ്പത്തിൽ വാഴുന്നവനെ ആരാധിക്കുന്നു. ദൈവമേ, ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിക്കുന്ന ഈശോ, തിരുവോസ്തിൽ എഴുന്നള്ളിക്കുന്ന ഈശോ, ദിവ്യമായ അപ്പത്തിൽ എഴുന്നള്ളിക്കുന്ന ഈശോ, ഈശോയെ നമുക്ക് ആരാധിക്കാം. പ്രിയമുള്ളവരെ, അത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, നിങ്ങൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കുക. മാതാവിനോട് ചേർന്നാണ് ഈശോയെ ആരാധിക്കേണ്ടത്. അപ്പോസ്തലന്മാർ ചേർന്ന്, വിശുദ്ധന്മാർ ചേർന്ന്. പ്രിയമുള്ളവരെ, ഓർക്കുക, മാതാവിനെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുന്നതും ദൈവത്തിൻ്റെ അമ്മയാണ്. അമലോൽപ്പ കന്യകയാണ്, നിത്യസഹായ മാതാവാണ്. പ്രിയമുള്ളവരെ, എളിമയുടെ നിറകുടമാണ്. പ്രിയമുള്ളവരെ, എപ്പോഴും പരോപകാരം പ്രവർത്തിയാന്നറിയുന്നവൻ, സകലങ്ങളുടെ മധ്യേ, വ്യാകുലങ്ങളുടെ മധ്യേ മാതാവ് ഈശോയെ നോക്കിയാണ് എപ്പോഴും ആരാധിച്ച് ജീവിച്ചത്. നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കാം, ആലപിക്കാം. അമ്മേ അമ്മേ തായേ. അമ്മേ അമ്മേ തായേ ഞങ്ങൾക്കേകമകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേകമകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. പ്രിയമുള്ളവരെ, വെളിപാട് പുസ്തകം 12-ാം അധ്യായം ഇതിന്റെ 1-ാം വായന. ഇതാ സ്വർഗത്തിന്റെ വാതിൽ, ആലയം തുറക്കപ്പെട്ടു. 12 നക്ഷത്രങ്ങളെ ഇതാ കിരീടമായി അണിഞ്ഞവൻ, സൂര്യനെ ഉടയാടയാക്കിയവൻ, തൻ്റെ പാദത്തിൽ ചന്ദ്രൻ പാദപീഠമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതാ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന അമ്മകള് ഇതാ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കാൻ ഒരുങ്ങിയാണ്. ഇതാ സാത്താൻ 10 തലയുമായി ഇതാ അവൾ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഭക്ഷിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. അവൾ പ്രസവിച്ച ആൺകുഞ്ഞെ 20 തൊട്ടുകൊണ്ട് എല്ലാത്തിനെയും ഭരിക്കുന്നു. പ്രിയമുള്ളവരെ, സ്നേഹത്തിൻ്റെ, എളിമയുടെ, വിശുദ്ധിയുടെ, പരിശുദ്ധിയുടെ മാതൃകയായ ഈശോയാണ് പരിശുദ്ധ അമ്മയിലൂടെ ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്നത്. നമുക്ക് ആരാധിക്കാം, ദൈവത്തിനെ ആരാധിക്കാം. ദൈവമാതാവിലൂടെ, നമ്മുടെ മാതാപിതാക്കളിലൂടെ, നമ്മുടെ കുടുംബാംഗങ്ങളിലൂടെ, നമ്മുടെ പ്രിയപ്പെടലിലൂടെ, പരിശുദ്ധ അമ്മയിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ നമുക്ക് ഈശോയെ ആരാധിക്കാം, ആലപിക്കാം. അമ്മേ അമ്മേ തായേ. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേകമകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേകമകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ഔസേപ്പ് പിതാവ് മാതാവിനെ സംശയിക്കുന്നു. എബ്രായ മാലാഖ പറയുന്നു, ഈ പരിശുദ്ധാത്മാവിനെ ഗർഭിണിയായിട്ട്. ഔസേപ്പ് പിതാവിന്റെ സംശയങ്ങൾക്ക് ദൈവത്തിന്റെ മാലാഖമെന്ന് പറയുന്നു, മാതാവിനെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാണ് പരിശുദ്ധ മാതാവ് ഗർഭിണിയായിരിക്കാം. പ്രിയമുള്ളവരെ, മാതാവ് ഉണ്ണീശോയെ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ് ജന്മം നൽകിയത്. മാതാവിന് ഈശോയിലുള്ള വിശ്വാസം ഒട്ടും കുറയുന്നില്ല. ദൈവം പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി ജനിക്കുക, പാവപ്പെട്ടവർ കൂടെയാണ് ദൈവം ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാതാവ് പ്രത്യേകിച്ച് ഉണ്ണീശോയ്ക്ക് ജന്മം നൽകി കഴിയുമ്പോൾ യൂദയായിലെ ചുറ്റുപാടും എല്ലാ പ്രദേശങ്ങളിലെയും 2 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഹെറോദേസിന്റെ വാളിനെ ഇരയാക്കിയാണ്. അപ്പോഴും മാതാവ് ഉണ്ണീശോയെ ആരോട് ചേർത്ത് പിടിച്ച് സ്വർഗത്തിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കുക. ഈശോയ്ക്ക് വേണ്ടി മരിച്ച കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, ഈ ജനങ്ങളുടെ മധ്യയെ കാനായിലെ കല്യാണ വിരുന്നിലെല്ലാം പരിശുദ്ധ അമ്മയെ സ്നേഹത്തോടെ സ്വർഗീയ പിതാവിനെ ഇഷ്ടം നിറവേറ്റുന്ന അമ്മയായി മാറ്റുകയാണ്.
കാലുവരിയിലെ കുരിശിൽ പോലും വ്യാകുലങ്ങൾ അനുഭവിക്കുമ്പോഴും പരിശുദ്ധ മാതാവ് ഈശോയെ ആരാധിക്കാൻ നമ്മുടെ സകലങ്ങളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ട് മധ്യേ എന്ന സ്വർഗീയ അനുഭവത്തിലേക്ക് മാതാവ് നമ്മെ ഉയർത്തുകയാണ്. നമുക്ക് ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കാം. മാതാവ് ചേർന്ന് മാതാവേ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഔസപിതാവേ മാതാവ് ഞങ്ങളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി, ഔസപിതാവിന്റെ മാധ്യസ്ഥം വഴി, അന്തോനിയുടെ മാധ്യസ്ഥം വഴി, അപ്പോസ്തലന്മാരുടെ മാധ്യസ്ഥം വഴി ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും ദൈവമേ ഈശോയെ ഈശോയെ അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. അമ്മേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂർച്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂർച്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂർച്ചയും ഞങ്ങൾക്കും ഈശോയ്ക്ക് പരസ്പരത്തിന് സ്തുതി പറയാം. ഈശോ ഈശോയ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യേശുവിൻ വളർത്തുതാതനെ, മേരിതൻ വിരക്ത കാന്തനെ, തൃക്കുടുംബനാഥനെ മുതാ തൃക്കഴൽ വണങ്ങി വാഴ്ത്തിടാ. വാനദൂതരൊത്തു ചേർന്നു നിൻ ഗാനമാലപിച്ചിടുന്നിതാ. പാരിതിത്ത വാർത്ത ഭക്തരും പാടിടാമനോജ്ഞ ഗീതികൾ. യേശുവിൻ വളർത്തുതാതനെ,